السلام عليكم ورحمة الله وبركاته أيها الأطفال الأحباء والأعزاء المستعدون للدراسة الجديدة مرحبا بكم إلى صفنا الحلو. هل أنتم مسرورون اليوم؟ نعم ما شاء الله. അതെ, ടീച്ചറും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. എന്താണെന്നറിയാമോ? ടീച്ചറിൻ്റെ ചക്കര കുട്ടികളെല്ലാം ടീച്ചർക്ക് എൻഫിത്തോറിൽ ആദ്യ ആയത്തുകൾ ഓതി തന്നില്ലേ? ആദ്യത്തെ 12 ആയത്തുകൾ സൂപ്പറായി കേട്ട് പഠിച്ചിട്ട് മിടുക്കന്മാരും മിടുക്കികളുമായി ടീച്ചർക്ക് എന്ത് ചെയ്തു? വോയിസ് ഇട്ട് തന്നവരുണ്ട്, വീഡിയോ ഇട്ട് തന്നവരുണ്ട്. മാഷാ അല്ലാ, സൂപ്പറായിരുന്നു കേട്ടോ ടീച്ചറിൻ്റെ ചക്കര കുട്ടികൾ വീഡിയോയും ഓഡിയോയും എല്ലാം. അപ്പോൾ നമ്മൾക്കിനി എന്തു ചെയ്യാം? അവസാന ആയത്തുകൾ പഠിക്കുകയല്ലേ? അതെ, ഇന്ന് ടീച്ചറിൻ്റെ ചക്കര കുട്ടികൾക്ക് 13 മുതൽ 19 വരെയുള്ള ആയത്തുകൾ ഓതി തന്നിട്ട് നമ്മുടെ സൂറത്തിൻ്റെ അവസാന ആയത്തുകൾ കൂടി ഓതി തന്നിട്ട് ഇന്നിവിടെ പൂർത്തിയാക്കാൻ പോവുകയാണ്. നമ്മൾക്ക് അപ്പോൾ സൂറത്തുൽ ഇൻഫിത്താറും കൂടെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സന്തുഷ്ടരാവില്ലേ? ആവുമല്ലേ? അതിനു വേണ്ടി നമ്മൾക്കൊരുങ്ങാം. ഹൽ അൻതും മുസ്തഈദൂൻ? നഅം, തആൽ ഹയ്യാ വനഖറ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الأبرار لفي نعيم. إن الأبرار لفي نعيم وإن الفجار لفي جحيم. وإن الفجار لفي جحيم يصلونها يوم الدين. يصلونها يوم الدين وما هم عنها بغائبين. وما هم عنها بغائبين. ഈ ആയത്തിൽ ബിഗായിബീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് അവിടെ? അതെ, അവിടെ മദ് മുത്തസിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 5 ഹറക്കത്തോളം നീട്ടൽ വാജിബാണല്ലേ? അപ്പോൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്രകാരം തന്നെ നീട്ടിക്കൊണ്ട് തന്നെ ടീച്ചറിൻ്റെ കുട്ടികൾ ഓതണം കേട്ടോ. അടുത്ത ആയത്ത് നോക്കൂ, നല്ല പരിചയമുള്ള ആയത്തുകളാണ്, പഠിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഓക്കെ. വമാ അദ്റാക മാ യൗമുദ്ദീൻ. സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. ثم ما أدراك ما يوم الدين. يوم لا تملك نفس لنفس شيئا. يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. والأمر يومئذ لله. പൊന്നുമക്കളൊന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ആയത്തിൽ 2 ഇടങ്ങളിൽ എന്തുണ്ട്? ഇദ്ഗാം ബിലാഉന്നയുണ്ട്. അവിടെ ഉന്നത്തില്ലാതെയാണ് നമ്മൾ ഓതേണ്ടത്. എവിടെയൊക്കെയാണത്? നഫ്സുൻ ലി നഫ്സിൻ. അപ്രകാരം തന്നെ യൗമഇദിൻ ലില്ലാഹ്. അവിടെയും എന്താണ് ചെയ്യേണ്ടത്? ഇദ്ഗാം ബിലാഉന്ന അല്ലേ? മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ നഫ്സിൻ ഷൈഅ, അവിടെയോ? അവിടെ ഇഖ്ഫ ആണ്, നമ്മൾ മറച്ചോദനം അല്ലേ? നമുക്കോതാം ഇൻഷാ അല്ലാഹ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ شيئا والأمر يوم
ഇവിടെ മറ്റൊരു നിയമം കൂടി ടീച്ചർ മറന്നുപോയി പറയാൻ. സ്വിലേ എന്ന് കാണുന്നുണ്ടല്ലേ, അവിടെ ടീച്ചർ ഷെയ്ആ എന്ന് നിർത്തി. എന്തേ കാരണം? ടീച്ചറിൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ടാണ് ടീച്ചർ അവിടെ നിർത്തിയത്. ശരിക്കും അവിടെ എന്താണ് വേണ്ടത്? ചേർത്തോതണം. ചേർത്തോതലാണ് ഉത്തമം. എങ്ങനെയാണ് ചേർത്തോതുന്നത്? കേട്ടോളൂ. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅൻ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഇങ്ങനെയും അത് ഓതാം അല്ലേ? അപ്പോൾ ടീച്ചറിൻ്റെ ചക്കര കുട്ടികളെല്ലാവരും ഇത് നല്ലതുപോലെ കേട്ട് കേട്ട് പഠിച്ച് ടീച്ചറിൻ്റെ മക്കൾ പഴയതുപോലെ അതിനേക്കാൾ ഉഷാറായി വീഡിയോയും ഓഡിയോയും ഇടാൻ ശ്രദ്ധിക്കണം. സർവശക്തനായ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാഠങ്ങൾ വളരെ എളുപ്പത്തിലും സൂക്ഷ്മതയോടെയും വേഗത്തിലും മനഃപ്പാഠമാക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അപ്രകാരം തന്നെ ഇക്കൂട്ടത്തിൽ പറഞ്ഞ ഇന്നൽ അബ്റാറ ലഫീ നഈം എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞ ആ അബ്റാറുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും നമ്മുടെ അധ്യാപകരെയും ഉമ്മമാരെയും വാപ്പമാരെയും അടങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതുപോലെ തന്നെ ഫുജാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടെയും ഇൻഷാ അല്ലാഹ് പുതിയ ക്ലാസ്സിൽ പുതിയ സൂറത്തുമായി അല്ലേ, പുതിയ പാഠവുമായി ഇനിയും ടീച്ചറും ടീച്ചറിൻ്റെ കുട്ടികളും കണ്ടുചേരും എന്ന വിശ്വാസത്തോടെ എല്ലാ ചക്കര കുട്ടികൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.